എലീഷ പ്രവാചകൻ വിധവയോട് പറഞ്ഞു, ഓക്കെ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു കുപ്പി എണ്ണ. ഈ അയൽ വീട്ടിൽ നിന്നെല്ലാം വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. നീ നിന്റെ മക്കളും കൂടെ അതിലേക്ക് എണ്ണ പകരുക. ഇവർ വാതിലൊക്കെ അടച്ചു. ഇവൾ എണ്ണ പകർന്നു. മക്കൾ പാത്രങ്ങൾ വെച്ചു കൊടുത്തു. ഇവൾ പറഞ്ഞു, പിന്നെയും പാത്രം കൊണ്ടുവരിക. മകൻ പറഞ്ഞു, പാത്രങ്ങളെല്ലാം തീർന്നു. അപ്പോൾ എണ്ണയുടെ വരവ് നിന്നു. അവർക്ക് ആവശ്യമുള്ളത് കിട്ടി. പക്ഷെ നമുക്കുള്ളത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ മതി എന്ന് പറയരുത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗം അവർക്കുള്ളത്. പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യൻ പ്രാപിക്കാവുന്നിടത്തോളം പ്രാപിക്കുക. ഓരോ ദിവസവും റിന്യൂ ചെയ്യുക. പുതിയ പുതിയ മേടുകളിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുപോകും. പച്ചയായ പുൽമേട്ടിൽ അവൻ നിങ്ങളെ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നിങ്ങളെ നടത്തും. പ്രാണനെ തണുപ്പിക്കും.